അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒന്നും ഷൂട്ട് ചെയ്തതല്ല. പക്ഷേ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ, ഒരാളുടെ ഒരു ആർട്ട് പേജിൽ കണ്ടൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് ഒരു പ്രാവിനെ വരയ്ക്കുക എന്നുള്ളത്. അപ്പം അത് ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. ആദ്യം നമ്മൾ കൈ ഞാൻ ഈ വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ നമ്മുടെ നെയ്ത് ഒഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ കുറച്ച് അകത്തി പിടിച്ചിട്ട് ബാക്കി രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതേ കൂടി ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആ പാട്ട് കൊടുന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ആക്ച്വലി ആദ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടും. ഓക്കെ, ഞാൻ വരച്ചത് അവിടെ ആ തമ്പിൽ അത്രയും ഭാഗം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അത്രയും ഭാഗം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും കൂടി അത് വരയ്ക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഇങ്ങനൊരു സംഭവമാണ് കിട്ടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, നമ്മൾ ഈ 4 ഫിംഗേഴ്സ് അതിൻ്റെ അതായത് ഈ ഒരു പാർട്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും മറ്റേത് വരച്ച പോലെ ഒന്നും കൂടി വരച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതൊരു ചെറിയ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് സ്ഥലം ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ അതിൻ്റെ പാർട്സ് ഇങ്ങനെ വരച്ച് അതൊന്ന് ജസ്റ്റ് അപ്പോൾ ഇങ്ങനൊരു സംഭവമായിരിക്കും കിട്ടുക. ഓക്കെ, നമ്മളിതിങ്ങനെ മോഡിഫൈ ചെയ്യും, ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ ചെയ്ത് ജസ്റ്റ് ഫില്ലാവാത്ത പാർട്ടൊക്കെ അപ്പോൾ ഞാൻ വെറുതെ റഫായിട്ട് ചുമ്മാ ചെയ്ത് നോക്കുക, ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നന്നായിട്ട് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്താൽ അത് നല്ല എക്സാക്ട്ലി ഒരു പ്രാവിനെ പോലെ ഈസി ആയിട്ട് പ്രാവിനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഇനി അതിന് ബാക്കിലൊരു നമുക്ക് കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, 2 കാലുകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ചുണ്ട് വരച്ചു കൊടുക്കണം. പിന്നെ ചുണ്ടും ഐസ് കൂടി വരച്ചു കൊടുക്കണം. ഓക്കെ, ഈ കഴുത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ താഴത്തെ ആ കുറച്ച് ഭാഗം വെറുതെ ഇതായിട്ട് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. അവിടെയും കൂടി നമ്മൾ ചിറക് പോലെ സംഭവം വരച്ചു കൊടുക്കുക. ഓക്കെ, അതൊന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു പ്രാവിനെ വരയ്ക്കാൻ ഈസി ആയിട്ടൊരു പ്രാവിനെ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ വരച്ചപ്പോൾ അത്ര ശരിയായിട്ടൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.